പക്ഷേ നമ്മൾ ആ അള്ളാഹുവിനെ വെറുപ്പിച്ചു കൊണ്ടിരിക്കുന്നവരാ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ അള്ളാഹുവിനെ പോലും വെറുപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ പോകുന്നു. അള്ളാഹിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു നമ്മളെയും ഓർക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ചരിത്രങ്ങളുണ്ടോ, എത്ര ചരിത്രങ്ങളാണ് നമ്മൾ പഠിച്ചത്. നബി ഉമാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. ഒരാൾ വന്നിട്ട് പറയുന്നു, തങ്ങളെ, ഞാൻ ഇന്നലെ നിങ്ങളെ സ്വപ്നം കണ്ടു, ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ നിങ്ങളുടെ കൂടെ എപ്പോഴും മലക്കുകൾ നടക്കുകയാണ്, എപ്പോഴും മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നിങ്ങൾ ഇരിക്കുമ്പോഴും നിങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞു, എന്തേ അത്ഭുതപ്പെടാനുള്ളത്? നമ്മൾ അല്ലാഹുവിനെ എപ്പോ ഓർക്കുന്നുണ്ടോ, ആ സമയത്ത് അല്ലാഹും അവന്റെ മലക്കുകളും നമ്മളെയും ഓർക്കുമോ. അതുകൊണ്ട് ഞാൻ പറയുകയാ, അല്ലാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാലഘട്ടമാ ഇന്നത്തെ യുവതലമുറയ്ക്ക്. അല്ലാഹുവിനെ അറിയില്ല. ഒരാളുടെ, ഒരു വാപ്പയുടെ ഒന്നാമത്തെ കടമ മക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കലാണ്, നബിതങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കലാണ്. പക്ഷേ ഇന്ന് അല്ലാഹുവിനെ കുറിച്ച് അറിവില്ലാതെ പോകുന്നതോ, ഇന്ന് അല്ലാഹുവിനെ കുറിച്ച് അറിവില്ലാതെ പോകുന്നതോ, അല്ലാഹുവിനെ കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. പടച്ചവനെ, പണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു. എന്നാൽ 25% കൂടിയിരിക്കുകയാ. ഈ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് പ്രയാസമുണ്ടായാ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ഉടനെ ആത്മഹത്യ ചെയ്യുകയാണ്. ഫോൺ വാങ്ങിക്കൊടുത്തില്ലെങ്കിലോ, ഒന്ന് വഴക്കു പറഞ്ഞാലോ, ഒന്ന് കറങ്ങാൻ പറ്റില്ലെങ്കിലോ മക്കളെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയുമോ? ഇന്ന് ദീനുള്ള കുടുംബമില്ലടോ. ഇന്ന് പല വീടുകളിലും ദീനില്ലാതെ പോകുന്നു, ദീനിന്റെ വിഷയങ്ങളെ ചർച്ച ചെയ്യാതെ പോകുന്നു. പടച്ചവനെ, ദീനില്ലാതെ പോകുന്നത് കൊണ്ടാണ് മക്കള് തലതിരിഞ്ഞു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ പടച്ചവനെ എന്റെ സഹോദരിമാരോട് പറയുകയാ, നിങ്ങളെ മക്കളെ നല്ല നിലയിൽ വളർത്തണേ. മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ. പക്ഷേ ഉമ്മത്തിന് ഇന്ന് അല്ലാഹുവിനെ തിരിയുന്നില്ലടോ. ഒരാൾക്കും അല്ലാഹുവിനെ പേടിയില്ലടോ. ഇന്നൊരാൾക്കും അല്ലാഹുവിനെ പേടിയില്ല. പാപം ചെയ്യാനും പേടിയില്ല. എന്ത് തെറ്റും പരസ്യമായി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നവരാകണം. ഭാര്യ ഭർത്താവിനോട് പറയണം, ഭർത്താവ് ഭാര്യയോട് പറയണം, മാതാപിതാക്കളും മക്കളോട് പറയണം. ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വീടാകണം. ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, ദീനുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. എടാ, സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബമഹിമയല്ല. ഒരാള് പെണ്ണ് കെട്ടുമ്പോ 4 കാര്യങ്ങൾ പരിഗണിക്കണമെന്നാണ്. 1 സമ്പത്ത്, 2 സൗന്ദര്യം, 3 കുടുംബമഹിമ, 4 ദീന്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബമഹിമയല്ല. എടാ, കെട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണേ. ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ഈ താനൂറുള്ള സഹോദരിമാര്, പടച്ചവനെ, ഉസ്താദ് വാഴ് പറയുന്നവര് മുഴുവനും ഞങ്ങളെ കുറ്റം പറയുന്നല്ലോ. എല്ലാ ഉസ്താദന്മാരും ഞങ്ങളെ കുറ്റം പറയുകയാ. ഞങ്ങളെ കടുത്ത ഭാഷയിലാണ് നിങ്ങളെ വിമർശിക്കുന്നത്. പെങ്ങളെ, വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, നിങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാ പെങ്ങള്. നിങ്ങൾ നന്നാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാ. നിങ്ങൾ നന്നായേ പറ്റൂ പെങ്ങളെ, നിങ്ങൾ നന്നായേ പറ്റൂ. നിങ്ങൾ നന്നായ വീട് നന്നായി, ഭർത്താവ് നന്നായി, മക്കള് നന്നായി, വീട് നന്നായി, നാട് നന്നായി. പെങ്ങളെ, ലോകം തന്നെ നന്നാകാൻ നീ കാരണമാവുകയാ. മറിച്ച് നീ എങ്ങാണം വഴിപിഴച്ചു പോയാ, അല്ലാഹുവേ,
നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാര് നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. നീ ആമീൻ പറയാത്തത് നിനക്കറിയാത്തത് കൊണ്ടാ, നിന്റെ ഭാര്യയെ കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അള്ളാഹു സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അങ്ങനെ ആമീൻ പറയാൻ പറഞ്ഞതിന്റെ കാരണം, നീ എത്ര കൊലകൊമ്പനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ തങ്ങളോ വലിയോ നീ ആരുമാകട്ടെ, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും എത്ര വഴുതു പറയുന്ന ആളാണെങ്കിലും നീ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഭാര്യ നല്ലവളാകണം. നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നിന്റെ മക്കള് തലതിരിഞ്ഞു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എടോ, നിങ്ങൾ ആണുങ്ങൾ എത്ര നല്ലവരാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഭാര്യ കൂടെ നന്നാകണം. അതിന് ഏറ്റവും വലിയ തെളിവേതാ? ഞാൻ ചുമ്മാതെ പറഞ്ഞൊന്നുമല്ല. അതിന് ഏറ്റവും വലിയ തെളിവ് മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബിയ ഏറ്റവും കൂടുതൽ ദഅവത്ത് നടത്തിയ നബി. 950 കൊല്ലം. ഏറ്റവും കുറഞ്ഞ ദഅവത്ത് നടത്തിയ നബി ആരാ? ഏറ്റവും കുറഞ്ഞ കാലം ദഅവത്ത് നടത്തിയ നബി ഈസാ നബി അലൈഹിസ്സലാം, 3 വർഷം. അപ്പൊ ഏറ്റവും കൂടുതൽ 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാനെ കുറിച്ച് പറഞ്ഞ നൂഹ് നബിയുടെ ഭാര്യ അള്ളാനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രബോധനം നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ അള്ളാനെ വിശ്വാസം ഇല്ലാത്തവളായിരുന്നു. അങ്ങനെ അള്ളാനെ വിശ്വാസമില്ലാത്തവളായപ്പോ തന്റെ പൊന്നാര മകൻ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തില് വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങി ചാവാൻ പോവുക. നൂഹ് നബി വിളിക്കുന്നുണ്ട്, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, ഒന്ന് കേറട ഉപ്പാന്റെ കൂടെ, ഈ കപ്പലിൽ കേറ് മോനെ, ഇന്ന് നീ രക്ഷപ്പെടത്തില്ല, ഇത് അള്ളാന്റെ അദാബാ, ലാസിമൽ യൗമ മിൻ അംരിൽ, അള്ളാന്റെ അദാബ് ഇറങ്ങിയിരിക്ക. പൊന്നുമോനെ, ഉപ്പ പറയുന്നത് കേക്ക്, ഉപ്പാടെ കപ്പലിൽ കേറി രക്ഷപ്പെടാ. ഉപ്പാടെ പണി നോക്കിക്കൊള്ളേ. നൂഹ് നബിയുടെ മകൻ പറഞ്ഞ മറുപടിയാ, ഞാൻ ആ കാണുന്ന മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടും, വാപ്പാടെ പണി നോക്കിക്കൊള്ളാൻ. ആരോടാ പറഞ്ഞേ? 950 കൊല്ലം അള്ളാഹയെ കുറിച്ച് പറഞ്ഞ നബിയോട്. തന്റെ മകൻ കണ്ണിന്റെ മുമ്പിൽ കിടന്ന് മുങ്ങി മരിച്ചു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു പ്രവാചകന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞേ. ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ, അള്ളാന്റെ പ്രവാചകനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. ആ ലൂത്ത് നബിയുടെ ഭാര്യ അള്ളാനെ കൊണ്ട് വിശ്വാസമില്ലാത്തവളായിരുന്നു. മക്കളും തലതിരിഞ്ഞു പോയി. ഇതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഭാര്യമാരെ ദീനുള്ളവരാക്കാൻ പറയുന്നത്. നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ഭാര്യയുടെ കയ്യിലേൽപ്പിച്ചിട്ടല്ലേ പോണേ? ഗൾഫിൽ പോകുമ്പോ ഭാര്യയുടെ കയ്യിലേൽപ്പിച്ചിട്ടല്ലേ പോന്നേ? അവള് നല്ലവളാകണ്ടേ? എങ്കിലല്ലേ മക്കളെ നല്ല നിലയിൽ വളർത്താൻ പറ്റൂ. മക്കളെ നല്ല നിലയിൽ വളർത്താൻ ഇല്ലെങ്കിൽ മോളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് ഉമ്മ പറയും എന്റെ റീൽസ് എടുക്കാൻ. ഉമ്മ തന്റെ മകളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് പറയും നീ എന്റെ റീൽസ് എടുക്ക്. എന്നിട്ട് ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും ഉമ്മ ഇനി എന്റേത് എടുക്ക്. ഇതാ കാലഘട്ടം. അള്ളാഹു നമുക്കൊന്ന് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ദീനുള്ളതിനെ നോക്കാൻ പറയുന്നത്. അതിന് ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാജ്യം ഭരിക്കുമ്പോ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാറുണ്ട്. തന്റെ ജനതയുടെ പ്രയാസങ്ങളെ കുറിച്ച് അറിയാൻ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് വഴക്ക് നടക്കുകയാ. ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുന്നുണ്ട്. ഉമർ തങ്ങൾ, എന്താ അല്ല ഈ പാതിരാത്രി വീടിനകത്ത് കിടന്നിട്ട് ഈ ഉമ്മായും മോളും കൂടെ എന്താ ഈ വഴക്കൂടണേ? ഉമർ തങ്ങളൊന്നും നിന്നടോ വീടിന്റെ പരിസരത്ത്. ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല. ആ വീടിന്റെ പരിസരത്ത് നിൽക്കുമ്പോ എന്താണ് പ്രശ്നം? എന്താ? കാമുകന് വേണ്ടിയുള്ള തല്ലല്ല. ഉമ്മ പറയുന്ന, മോളെ നീ അവനെ മറക്കണം. ഇല്ലുപ്പ, അല്ലുമ്മ, താത്തല്ലല്ല, ഇന്ന് നമ്മുടെ വീട്ടിൽ തല്ലി നടക്കുന്നതിന് വേണ്ടിയാ. ആ ഉമ്മ മകളോട് പറഞ്ഞു, മോളെ പാലിനകത്ത് വെള്ളം ഒഴിക്ക് നീ. മകള് പറയാ, ഞാൻ ചെയ്യൂല, ഇത് ചതിയാ, ഇത് വഞ്ചനയാ, ഇത് പാപമാ, ഞാൻ ഒഴിക്കത്തില്ല ഉമ്മ വെള്ളം. എടി നിന്നോട് ഞാനാ പറയണേ, നിന്റെ ഉമ്മച്ചിയാ പറയണേ പാലിന് വെള്ളം കലർത്ത്. അപ്പൊ ആ മകള് പറയാ, ഉമ്മ, ഖലീഫ ഉമറ രാജ്യം ഭരിക്കണേ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉമറ അറിഞ്ഞ നമ്മൾ രണ്ടെണ്ണത്തിനെയും വെറുതെ വിടൂല. അപ്പൊ ഉമ്മ പറയാ, ഓ റൂം വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ. എടാ, ഉമർ വീടിനകത്ത് കിടന്നുറങ്ങാ, നീ പാലിൽ വെള്ളം ഒഴിക്കുന്നത് ഉമർ എങ്ങനെ കാണാനാ? നീ ഒഴിക്ക്. അപ്പോഴാണ് ആ പൊന്നുമോൾ ഉമ്മാനോട് പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മ, ഉമർ ഉറങ്ങുമായിരിക്കും, ഉമർ കാണുന്നില്ലായിരിക്കും, അല്ല കാണുന്നുണ്ട് ഉമ്മ. അള്ളാഹു ഉറങ്ങൂല, പടച്ച റബ്ബ് കണ്ടുകൊണ്ടിരിക്കുകയാ. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞടോ. മൃതങ്ങൾ ആ വീട് നോക്കി വെച്ചു. വീട്ടിൽ പോയി, പള്ളിയിൽ പോയി, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാളെ പറഞ്ഞു വിട്ടു ആ പെൺകുട്ടിയെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ. ആരാന്നൊന്ന് അന്വേഷിക്കാൻ ഒരാള് വീട്ടിൽ വന്ന് അന്വേഷിച്ചു. ആ പെൺകുട്ടി ഒരു യതീമായ മകളായിരുന്നു, ഒരു യതീമായ പെൺകുട്ടിയായിരുന്നു.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമ്മ അള്ളാനെ പേടിയുള്ളവളാ, കള്ളിയൊന്നുമല്ല. പിന്നെ പാലിൽ വെള്ളം കലർത്താൻ പറഞ്ഞ എന്തിനാ? ആ കുടുംബം കഴിയുന്നത് ആകെ ഒരു ഒട്ടകമുണ്ട്. ആ ഒട്ടകത്തിന്റെ പാല് കൊടുത്തിട്ടാണ് ആ വീട്ടുകാർ ജീവിക്കുന്നത്. ഒരാഴ്ചയായിട്ട് പാല് കിട്ടാതെ വന്നപ്പോ അവര് പട്ടിണിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാ ഒരിത്തിരി പാല് കിട്ടിയത്. ഉടനെ ഉമ്മ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് ഒരാഴ്ചയായി മോളെ, ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വിൽക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ തിന്നാൻ എന്തെങ്കിലും കിട്ടുമല്ലോ. അപ്പോഴാ മോള് പറയണത് അള്ള കാണുന്നുണ്ടെന്ന്. ഉമർ തങ്ങൾ നേരെ വീട്ടിലേക്ക് ചെന്നു. നേരെ ഉമർ തങ്ങൾ തന്റെ വീട്ടിൽ ചെന്നിട്ട് 2 ആമക്കളെ വിളിച്ചു, തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞുടാ, ഒരു യതീമായ ഒരു പെൺകുട്ടിയുണ്ട്, പണവോ കൊട്ടാരോ ഒന്നുമില്ല, ഇല്ല അറിയപ്പെടുന്ന കുടുംബമൊന്നുമില്ല. പക്ഷെ ആ പെണ്ണിന്റെ ഹൃദയത്തിനകത്ത് അള്ളാനോട് പേടിയുണ്ട്, ദീനുണ്ട്, പടച്ചവനെ പേടിച്ച് ജീവിക്കണ പെണ്ണാ, കെട്ടാൻ പറ്റും. എനിക്ക് ആഗ്രഹമുണ്ട് കെട്ടണമെന്ന്. ഖലീഫ ഉമർ തങ്ങൾ പറയും, എനിക്ക് ആഗ്രഹമുണ്ട് കല്യാണം കഴിക്കാൻ, പക്ഷെ പ്രായമായത് കാരണം ഞാൻ കെട്ടുന്നില്ല. മക്കളെ ആരാടാ കെട്ടണത്? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്റെ മക്കളോട് ചോദിക്കുക, ഒരു യതീമായ പെൺകുട്ടിയുണ്ട്, വിവാഹം കഴിക്കോ? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം ബാപ്പ, പണവും സൗന്ദര്യവും കൊട്ടാരവും ഒന്നുമല്ല, ദീനുള്ള പെണ്ണ എനിക്ക് വേണ്ടത്. കല്യാണം കഴിച്ചു. അതാ ദീനിനാണ് പരിഗണന കൊടുക്കാൻ പറഞ്ഞത്. എന്റെ സഹോദര പരിഗണന കൊടുക്കാൻ പറഞ്ഞത്. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു മഹാൻ ലോകത്ത് ജീവിച്ചിരുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാന്റെ ചരിത്രം വായിച്ച കരയാത്ത ആരുണ്ടാകില്ല. അത്രത്തോളം മനോഹരമായ ചരിത്രമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റേത്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി തന്റെ മരണമെടുത്തെന്ന്, താൻ മരിക്കാൻ പോകുകയാണെന്ന് മനസ്സിലായപ്പോ, മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു കുളിച്ച് തയ്യാറാവുകയാണ്. മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. കുളിച്ച് റെഡിയായി റൂമിന്റെ അകത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ. ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് ഭാര്യയോട് പൊരുത്തം ചോദിക്കുകയാണ്. അവിടെ നിന്ന് യാത്ര പറയുകയാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. പടച്ചവനെ, ഭാര്യ കരയുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഭാര്യ നിന്ന് കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, എങ്കിൽ റൂമിന്റെ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കൂ. ഫാത്തിമ കരയുകയാണ്. നിങ്ങൾ മരിക്കാൻ പോകുന്ന അവസാന സമയം നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടവളാണ് ഞാൻ. എന്തിനാ എന്നെ പുറത്തിറക്കുന്നത്? എന്തിനാ വാതിലടയ്ക്കാൻ പറയുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്നി അറാ ഖലഖൂ ലൈസൂ ബി ഉനാസിൻ വലാ ജാ. ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ. എന്റെ കൂട്ടുകാർ വരുന്നു ഫാത്തിമ. വെളിയിലിറങ്ങു ഫാത്തിമ, വാതിലടയ്ക്കു ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ടവളെ മരിക്കുന്ന സമയത്ത് റൂമിന്റെ പുറത്തിറക്കുകയാണ്. മനസ്സോടെ ഫാത്തിമ വെളിയിലിറങ്ങി വാതിലടച്ചു. സമാധാനമില്ല. ഭർത്താവ് സക്കറാത്തിന്റെ അവസ്ഥയിൽ റൂമിനകത്ത് കിടക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ വീടിന്റെ പുറത്തു നിന്ന് കരയുകയാണ്. ആരാ അല്ലാഹ്, തന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത് ആരാ റബ്ബേ? ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ അതാ അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ റൂമിനകത്ത് കടന്നു വന്നത് ആരാണെന്നറിയാറ്. അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ.